الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المدثر قم فأنذر وربك فكبر وثيابك فطهر والرجز فاهجر. പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നതാണ് പ്രവാചക തിരുമേനിയുടെ ചരിത്രം മനസ്സിലാക്കുന്നതിലൂടെ കഴിഞ്ഞ ഖുതുബകളിൽ നമ്മൾ സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് ഏതെങ്കിലും ഒരു ദിവസമോ ഏതെങ്കിലും ഒരു പ്രത്യേക സമയമോ അല്ല, മറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾ പഠിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രവാചക സ്നേഹം പ്രകടമാക്കേണ്ടത്. അത്തരത്തിൽ പ്രവാചകനെ സ്നേഹിക്കാൻ ഉതകുന്ന സുന്ദരമായ ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം. നമ്മൾ കഴിഞ്ഞ ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എന്തിന് നമ്മൾ പഠിക്കുന്നു എന്നത് മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, പ്രവാചകൻ്റെ ബാല്യകാലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം, പ്രവാചകൻ്റെ കുടുംബജീവിതം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി.
ഇന്ന് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറെ സവിശേഷമായ രണ്ട് രംഗങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 40 വയസ്സുവരെ മക്കയിലുള്ള ആളുകൾക്കേറെ വിശ്വസ്തനായിരുന്നു. മുഹമ്മദ് നബി അവർ വിളിച്ചിരുന്ന പേര് അൽ അമീൻ, സത്യസന്ധൻ എന്നായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കിഷ്ടമായിരുന്നു. അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന വ്യക്തിയായി അവർ അവലംബിച്ചിരുന്നത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്ന കാലഘട്ടം. കഅബയെ മക്കയിലുണ്ടായിരുന്ന വിവിധ ഗോത്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് പുനർനിർമ്മിക്കുന്ന സമയം നമ്മുടെ നബിയുടെ പ്രായം 35 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് 35 വയസ്സുള്ള ഒരു നല്ല യുവാവാണ്. ആ സമയത്താണ് കഅബയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. അവരെല്ലാ ഗോത്രക്കാരും ഹലാലായ സമ്പത്ത് മാത്രം ശേഖരിച്ച് അവർ കഅബയെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഗോത്രങ്ങളും എന്തെല്ലാം ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഹജറുൽ അസ്വദ് ആരാണ് വെക്കേണ്ടത്, അതിലവർ തീരുമാനമെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവിടെയുണ്ടായിരുന്ന ഗോത്രങ്ങൾ പരസ്പരം യുദ്ധത്തിൻ്റെ വക്കിലെത്തിയ സന്ദർഭം. അവിടെ നിന്നാണ് ഒരു തീരുമാനം വരുന്നത്. ഈ സദസ്സിലേക്ക് ഇനി ആരാണോ ആദ്യം വരുന്നത് അയാൾ പറയും, നമുക്ക് കേൾക്കാം. ആ സദസ്സിലേക്ക് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കടന്നു വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട അവർ പറഞ്ഞ വാചകം ഞങ്ങൾക്ക് സന്തോഷമായി എന്നാണ്. ഈ ചരിത്രം അറിയാത്ത ആളുകളല്ല ഈ പള്ളിയിലിരിക്കുന്ന ആളുകൾ. പക്ഷേ ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട്. പ്രവാചകൻ്റെ പ്രായം എത്രയാണ്? 35 വയസ്സാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ യുക്തി ഉപയോഗിച്ച് ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങൾ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് പ്രവാചക തിരുമേനി ആ ഗോത്രങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുകയാണ്. പ്രവാചകൻ ഒരു തുണിയിലേക്ക് ആ കല്ലെടുത്തു വെച്ച് എല്ലാ ഗോത്രത്തിലെ ആളുകളോടും ആ തുണി പിടിക്കാൻ പറയുകയും അവരത് ഉയർത്തുകയും ഹജറുൽ അസ്വദിൻ്റെ സ്ഥാനമെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അവിടെ എടുത്തു വെച്ച് ആ പ്രശ്നം പരിഹരിച്ചു. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുക്തി ആലോചിച്ച് നോക്കൂ. ഒരു വലിയ പ്രശ്നത്തെ പ്രവാചകനാകുന്നതിൻ്റെ മുമ്പ് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഹരിക്കുകയാണ്. അന്നത്തെ പ്രായം നമ്മൾ മറക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഈ ഖുത്ബയിൽ ആ പ്രായത്തിന് ചില പ്രസക്തികളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്തിരുന്ന പല തിന്മകളിൽ നിന്നും മാറി നിന്ന മനുഷ്യനാണ്. മക്കയിലെ ആളുകൾ ബഹുദൈവാരാധകരായിരുന്നു. പലതരത്തിലുള്ള അശ്ലീലതകൾ അവർക്കുണ്ടായി. പക്ഷെ അതിലൊന്നും നബി പങ്കെടുത്തിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിച്ചിരിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. ആരാധനയിൽ നിരതനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ജബൽ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്ക് പോയിരിക്കും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തനിച്ചിരിക്കുന്ന സമയത്താണ് പ്രവാചകന് വഹി ലഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാകുന്നതിൻ്റെ മുമ്പ് തന്നെ പ്രവാചകന് ചില അടയാളങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നബിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ പ്രവാചകനാകാൻ പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ അടയാളങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടില്ല. പ്രവാചകനായതിനു ശേഷം അദ്ദേഹം പറയുന്നൊരു ഹദീത്ത് നമുക്ക് വായിക്കാൻ സാധിക്കും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീത്ത് ഉദ്ധരിക്കുന്നത്. നബി പറഞ്ഞു, ഇന്നി ലാ അരിഫു ഹജറൻ ബിമക്കതൻ, എനിക്ക് മക്കയിൽ ഒരു കല്ലിനെ അറിയാം. ഇത് സ്വഹീഹായ ഒരു ഹദീത്താണ്. എനിക്ക് മക്കയിലെ ഒരു കല്ലിനെ അറിയാം. ആ കല്ലിൻ്റെ പ്രത്യേകത എന്താ? കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅത ഇന്നി ലാ അരിഫുഹു അല്ലാൻ. ആ കല്ല് എനിക്ക് സലാം പറഞ്ഞു. ആ കല്ല് സലാം പറഞ്ഞു. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം ആ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. എപ്പോഴാണ്? പ്രവാചകനാകുന്നതിൻ്റെ മുമ്പ് എന്നാണ്. എന്ന് നബി പ്രവാചകനായതിനു ശേഷം പറയുന്ന വാചകം എന്താ? ആ കല്ല് ഏതാണ് എന്ന് ഇപ്പോഴും എനിക്കറിയാമെന്നാണ്. പക്ഷെ അന്ന് നബിക്ക് മനസ്സിലായില്ല. നബിക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് ആ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഈ ലോകത്തിനാകമാനമുള്ള ഒരു പ്രവാചകനായി, ഒരു ദൂതനായി
തെരഞ്ഞെടുത്ത് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും നല്ല മനുഷ്യനായി, ഏറ്റവും നല്ല വ്യക്തിയായി അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു. 40-ാമത്തെ വയസ്സിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിശുദ്ധ റമളാനിൽ ഹിറാ ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാനിലാണ് അല്ലാഹു ഖുർആനിനെ അവതരിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഖതാദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുഇല അൻ സൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസത്തെ നോമ്പിനെ കുറിച്ച് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫീഹി വുലിത്തു വഫീഹി ഉൻസില അലയ്യ, അന്നാണ് ഞാൻ ജനിച്ചതും അന്നാണ് എനിക്ക് ഖുർആൻ അവതരിച്ചതും. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു റമളാൻ മാസത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. അപ്പോൾ ഖുർആൻ അവതരിക്കണം. ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുകയാണ്. ആ ചരിത്രമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഹദീത്തു ജിബ്രീൽ എന്ന പേരിൽ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ വളരെ വിശാലമായി ചർച്ച ചെയ്യുന്ന ഹദീത്താണത്, ഹദീത്തു ജിബ്രീൽ. അതേപോലെ തന്നെ വഹീൻ്റെ ബദ്ഉൽ വഹി എന്നൊക്കെ പറയുന്ന രീതിയിൽ ആ ഹദീത്തുകളെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായി മക്കയിൽ 13 വർഷക്കാലമാണ് ജീവിക്കുന്നത്. 13 വർഷക്കാലം. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. അവിടെ നിന്ന് 13 വർഷക്കാലം, 53 വർഷം വരെ, 53 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ജീവിക്കുകയും അവരോട് തൗഹീദ് പറയുകയും ചെയ്തു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യമായി നബിക്ക് വഹി ലഭിച്ചത് സൂറത്തു അലഖിലെ വചനങ്ങളാണ്. സൂറത്തു അലഖിലെ വചനങ്ങളാണ്. ആയത്തുകൾ എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കേണ്ട ആയത്തുകളാണ്. ആ വഹി ലഭിച്ചതിന് ശേഷം കുറേ കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചില്ല, പ്രവാചകന് വഹി ലഭിച്ചില്ല. അപ്പോൾ ആളുകൾ കളിയാക്കാൻ തുടങ്ങി നബിയെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ലഭിക്കാതെ നിരാശനായിരിക്കുന്ന സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു വീണ്ടും ഈ ധ്യാന നിരതനായിരിക്കുന്ന സമയത്താണ് ജിബ്രീലിനെ പ്രവാചക തിരുമേനി കാണുന്നത്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ എന്ന് പറയുന്ന ആയത്തുമായി ജിബ്രീൽ വരുന്ന രംഗം അതാണ്. കുറച്ച് കാലഘട്ടം പ്രവാചകന് വഹി ലഭിച്ചിരുന്നില്ല. ഈ 2 സന്ദർഭങ്ങളിലും ഉണ്ടായ ഒരു രംഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചവൻ നബി പേടിച്ചു എന്നുള്ളതാണ്. പ്രവാചകൻ അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. ഒരാൾ വന്നിട്ട് പറയാ വായിക്കണം എന്ന് പറയാം, യഖ്റ, വായിക്കണം. നബിക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല. മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല എന്നാണ്. വന്നയാൾ അണച്ചു പിടിച്ചു, ചേർത്ത് പിടിച്ചു വായിക്കാൻ പറഞ്ഞു. നബി വായിക്കാൻ അറിയില്ല. അങ്ങനെയാണ് അലഖ് ഓതി കൊടുക്കുന്നത്. സൂറത്ത് അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന് പറയുന്ന സൂറത്ത് ഓതി കൊടുക്കുന്നത്. അതിൽ 5 ആയത്തുകൾ. അതേപോലെ തന്നെ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ എന്ന് പറയുന്ന ആയത്ത് രണ്ടാമത് അവതരിക്കുന്നത്. ഈ 2 സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് ഓടി. അവിടെ നബിക്കൊരു ഭാര്യയുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചു. പ്രവാചകനോട് പറയുന്നത്, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നയാളാണ്, നല്ല മനുഷ്യനാണ് നിങ്ങൾ. അങ്ങനെ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വേദ പണ്ഡിതന്റെ സമീപത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടി ഖദീജ പോയി. ഖദീജ റളിയല്ലാഹുവിന്റെ കുടുംബക്കാരനാണ് വറഖ എന്ന് പറയുന്ന വേദ പണ്ഡിതൻ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ച അതിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അന്ന് വറഖ പറഞ്ഞിരുന്നു, നീ ഈ ആദർശം പറയുമ്പോൾ മുഹമ്മദേ, നീ ഈ പറഞ്ഞ നിനക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ ജനങ്ങൾ നിന്നെ പുറത്താക്കും, ജനങ്ങൾ നിന്നെ അവഗണിക്കും. അന്ന് ഞാൻ ഉണ്ട് എങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് വറഖ പറഞ്ഞിരുന്നു, വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞിരുന്നു. ആ വറഖ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും പ്രവാചകന് വഹി ലഭിച്ചു. അങ്ങനെയാണ് വഹീൻ്റെ തുടക്കം. ആ വഹീൻ്റെ പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ, പുതപ്പെട്ട് മൂടിയവനെ, പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവനെ എഴുന്നേൽക്കൂ. ഖും, നീ എഴുന്നേൽക്ക്. എന്നോ ജനങ്ങളെ നീ താക്കീത് ചെയ്യൂ, ജനങ്ങളെ നീ ഉപദേശിക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദഅവത്ത് നടത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്ന രംഗമാണ് നമ്മളവിടെ വായിക്കുന്നത്. ഞാൻ പറഞ്ഞു, പ്രവാചകന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ കേൾക്കും, അതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, പഠിക്കേണ്ടത് എന്താ? നമ്മൾ എന്തു ചെയ്യുന്നു? നബി ചെയ്തതുപോലെയുള്ള ദഅവത്ത് നടത്തൽ നമ്മുടെയും ബാധ്യതയാണ്. നമ്മൾ ഉറങ്ങേണ്ട ആൾക്കാരല്ല, നമ്മളും ഉണർന്നിരിക്കേണ്ട ആളുകളാണ്.
പ്രിയപ്പെട്ടവരെ, പ്രബോധന രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള ആ 23 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചു. നമ്മളെന്താ ചെയ്തത്? ഞാനും നിങ്ങളും ദഅവാ രംഗത്ത് നമ്മുടെ സേവനം എന്താണ്? നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കുക. മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് ദഅവത്ത് നടത്തുക എന്നുള്ളത്. അതേതെങ്കിലും പണ്ഡിതന്മാരുടെ ഏതെങ്കിലും ഖുത്ബ പറയുന്ന ആൾക്കാരുടെ മാത്രം ബാധ്യത. നമ്മളെല്ലാവരും ഒരു ബാധ്യതയാണ്. മുസ്ലിമാണോ അവൻ അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിൽ കുട്ടികളെന്നോ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എന്താണോ നമുക്കറിയുന്നത് ആ അറിയുന്ന കാര്യങ്ങൾ ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. നബിയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ദാഇമാരാകണം, പ്രബോധകന്മാരാകണം നമ്മൾ. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? നമ്മൾ വിചാരിക്കണം എന്താ, നമുക്ക് പ്രസംഗിക്കാൻ കഴിയില്ല, നമുക്ക് എഴുതാൻ കഴിയില്ല എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ അത് മാത്രമല്ല ദഅവത്ത്. ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്കും വീടുണ്ട്, സ്വന്തമായി വീടുള്ള ആൾക്കാരാണ് അല്ലേ? നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ അയൽവാസികളായ ആളുകളെയെല്ലാം വിളിച്ചു വരുത്തി വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ നമുക്കെന്താ പ്രശ്നം? നമുക്കെന്ത് തടസ്സമുള്ളത്? നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി അവരെ വിളിക്കാറില്ല, വിവാഹത്തിന് ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ ഒരു പുതിയ വീടുണ്ടാക്കിയാൽ നമ്മൾ വിളിക്കുന്നു. അങ്ങനെ വിശിഷ്ടമായ പല സന്ദർഭങ്ങളിലും അവരെയൊക്കെ വിളിക്കുന്നവരും അവരെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ, നമ്മൾ ബന്ധങ്ങൾ പുതുക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്താ? നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരോട് അള്ളാഹുവിൻ്റെ ദീന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതവരകറ്റലല്ല, അതവരാട്ടി അകറ്റല, മറിച്ച് അവർക്ക് നാം മനസ്സിലാക്കിയ ഈ സത്യം പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ വീടുകൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. ആ വീട്ടിൽ ദഅവത്ത് നടക്കണം. എങ്ങനെ നടക്കണം? അവിടെ ഒന്നെങ്കിൽ ഒരു ഖുർആൻ ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അയൽക്കൂട്ടം നമ്മുടെ അയൽവാസികളായ മുഴുവൻ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി അവിടെ നമുക്കൊരു പ്രോഗ്രാം, ഒരു ക്ലാസ് വെച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന മാറ്റം എത്രയാണ്? നമ്മളറിയാത്തതുകൊണ്ടാണ്, നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾ ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഒരു പൊതുസ്ഥലത്ത് ഒരു നല്ല സ്റ്റേജ് കെട്ടി അവിടെ ഒരു പണ്ഡിതൻ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവന്ന് ദീന് പറയിപ്പിക്കാൻ നമുക്ക് പറ്റും. അതിന് സമ്പത്ത് ചെലവാക്കാൻ പറ്റും, മൈക്ക് പെർമിഷൻ എടുക്കാൻ പറ്റും, നോട്ടീസ് ഉണ്ടാക്കാൻ പറ്റും. എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യണം. മനസ്സിലായോ? ഇത് നമ്മുടെ ബാധ്യതയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇനി ഇതിനൊന്നും പറ്റൂലേ? എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം 100 കണക്കിന് പെൻഡ്രൈവുകൾ വാങ്ങി. പെൻഡ്രൈവുകൾ നമുക്കറിയാലോ, മെമ്മറി കാർഡ് വാങ്ങി. ആ മെമ്മറി കാർഡ് വാങ്ങിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ആ മെമ്മറി കാർഡുകളിൽ കുറേ പ്രസംഗങ്ങൾ, ഓരോ 2 GB 4 GB ഒക്കെ ഉള്ള മെമ്മറി കാർഡുകളിൽ ധാരാളം പ്രസംഗങ്ങൾ കയറ്റി. എന്നിട്ട് അദ്ദേഹം ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ, സുദീർഘമായി യാത്ര ചെയ്യുന്ന ഡ്രൈവർമാരെ അദ്ദേഹം കണ്ടെത്തിയിട്ട് അവർക്കിത് കൊടുത്തു. അവരോട് പറഞ്ഞു, ഇതിൽ പ്രസംഗമുണ്ട്, നിങ്ങൾ യാത്രയുടെ ഇടയിൽ നിങ്ങൾ കേട്ടോളി. അതൊരു ദഅവത്താണ്. സുദീർഘമായ യാത്രക്കിടയിൽ അവർ ഈ പ്രസംഗങ്ങൾ കേൾക്കുകയും ദീനിനെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ, അയാൾക്ക് എന്താ അധ്വാനമുള്ളത്? കുറച്ച് പെൻഡ്രൈവ് വാങ്ങേണ്ട ഒരു സാമ്പത്തികമായൊരു ചെലവ് വന്നു. ഇത്തരത്തിലുള്ള ആലോചനകൾ നടത്താൻ, പ്രബോധകന്മാരാകാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. നമുക്കൊക്കെ പലതും ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഇസ്ലാമിനെ അറിയാത്ത, ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ട്. പല തെറ്റിദ്ധാരണകളിൽ ജീവിക്കുന്ന ആൾക്കാർ. അവർക്കിത് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ കടമയല്ലേ? ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ത്? അമുസ്ലിമായ മനുഷ്യനെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. അവിശ്വാസികളായ നമ്മുടെ ഇടയിലെ മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസം എന്താ? വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ കാഫിറുകളായ ആളുകളെ എവിടെ കണ്ടാലും കൊല്ലണം എന്ന് പഠിപ്പിക്കുന്ന ഗ്രന്ഥാണെന്നാണ്. ഖുർആനിൽ അങ്ങനെ ഉണ്ടോ? ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല. ഇതാരെ പറഞ്ഞു കൊടുക്കേണ്ടത്? അവർക്ക് ഈ തെറ്റിദ്ധാരണയുമായി ജീവിക്കുന്ന അവർക്ക് ഇതാര് പറഞ്ഞു കൊടുക്കും? ഈ ഖുർആൻ അവർക്ക് ആരാ എത്തിച്ചു കൊടുക്കുക? നമ്മുടെ കടമയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പഠിക്കും. അതിൽ ഏറ്റവും വലിയ പാഠം പ്രബോധകന്മാരാകുക എന്നുള്ളതാണ്, ദാഇമാരാകുക എന്നുള്ളതാണ്. അത് നമ്മൾ പഠിക്കാനും നമ്മുടെ സമ്പത്തോ ആരോഗ്യമോ എന്താണോ നമുക്ക് മാറ്റിവെക്കാൻ പറ്റുക അത് നമ്മൾ മാറ്റിവെക്കണം. നാളെ പരലോകത്തെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ വിചാരണ കേൾക്കുമ്പോൾ ഒരു വീടുണ്ടായി, സൗകര്യങ്ങൾ ഉണ്ടായിട്ട് ഈ ദീന് നിനക്ക് ലഭിച്ചിട്ട് അത് നീ ആരിലേക്ക് എത്തിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും നമുക്ക് പറയാനുള്ള മറുപടി? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ഖുത്ബ കേൾക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് നിങ്ങൾ. നല്ലവരായ എൻ്റെ സഹോദരികളോട് പറയാനുള്ളത്, നമ്മുടെ വീടിൻ്റെ സമീപത്ത് താമസിക്കുന്ന ആളുകളെ അവരെ വിളിച്ചുകൂട്ടി അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കണം. ഒരു വീട് കത്തിന്ന് വിചാരിക്കും നിങ്ങൾ. ഒരു വീടിന് തീ പിടിക്കുന്നത് നമ്മൾ കാണുകയാണ്.
ആ വീടിന് തീ പിടിക്കുന്നത് കണ്ട് നമ്മൾ ഓടിച്ചൊന്ന് നോക്കുമ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ അയാൾ എന്താ ചെയ്യണം അറിയോ? അയാൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അയാൾ പുറത്തിങ്ങനെ നോക്കി നിൽക്കണം മനുഷ്യൻ. അപ്പം നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ വീട് തീ പിടിച്ചില്ല, എവിടെ നിങ്ങളുടെ കുടുംബം, എവിടെ നിങ്ങളുടെ കുടുംബം? അപ്പം അയാൾ പറയാ അവരൊക്കെ ഉറങ്ങാണ്, അവർ ഉറങ്ങിക്കിടക്കും. അപ്പം ഞാൻ അവരെ വിളിക്കേണ്ട, അവരെ ഉറക്കം പ്രയാസപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ അതേപോലെയുള്ള മനുഷ്യന്മാരാണ് സത്യത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നത്. ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിൽ, അപകടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടിൽ എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയും മക്കളും കുടുംബക്കാരും ഉറങ്ങുകയാണ്, അവരെ വിളിച്ചുണർത്തുന്നത് അവർക്ക് ശല്യമാണ് എന്ന് വിചാരിച്ച് ആ തീ കത്തുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന മനുഷ്യനെ പോലെ ആകാൻ പാടില്ല നമ്മൾ. എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ ഈ അറിയാതെ ശിർക്കും ബിദാത്തുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? അവരെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമുക്കില്ലേ? ഒരു വലിയ കുഴിയുണ്ട് മുന്നിലെന്ന് നമ്മൾ അറിഞ്ഞു. ഒരു ഇരുട്ടത്ത് നമ്മൾ പോകുമ്പോൾ ഒരു കിണറുണ്ട് മനസ്സിലായി. അതിൽ മനുഷ്യൻ പോകുമ്പോൾ നമ്മൾ പറയില്ല അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചു പോകണം. അതൊരു നസീഹത്തല്ലേ? അതിനേക്കാൾ വലിയ നസീഹത്താണ് സഹോദരങ്ങൾ അള്ളാൻ്റെ ദീന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, അള്ളാൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത പരിശുദ്ധ ദീൻ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കലാണ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കേണ്ടതിന്. പ്രയാസങ്ങളുണ്ടാകും. ദീന് പറയുമ്പോൾ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സ്വാഭാവികമായി സാധ്യത ഉണ്ട്. നമ്മളെ കുടുംബങ്ങൾ പരിഹസിക്കും, നമ്മുടെ കുടുംബങ്ങൾ നമ്മളെ കളിയാക്കും. മനസ്സിലായില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീന് പറഞ്ഞതിൻ്റെ പേരിൽ മക്കക്കാരായ ആളുകൾ ബഹിഷ്കരിച്ചില്ലേ? പ്രവാചകൻ ത്വായിഫിലേക്ക് പോയി, അവിടെ വെച്ച് പ്രവാചകനെ കല്ലെറിഞ്ഞു, പ്രവാചകന്റെ മുട്ടുപൊട്ടി, പ്രവാചകന്റെ മുൻ പല്ലുപൊട്ടി, പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകി. ചരിത്രം പറഞ്ഞറിയോ? 80-ലധികം ഗോത്രക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചോദിച്ചു. 80-ലധികം ഗോത്രക്കാരോട് ഞാൻ ഈ പറയുന്ന ദീനൊന്ന് പറയാൻ നിങ്ങൾ എനിക്കൊന്ന് സംരക്ഷണം നൽകുമെന്ന്. ആരും കൊടുത്തില്ല, ആരും നബിയെ സഹായിച്ചില്ല. പുണ്യപ്രവാചകൻ അങ്ങനെയാണ് മദീനയിലെ അന്നത്തെ യസ്രിബിലെ ആളുകളുമായി ഉടമ്പടി ഉണ്ടാക്കി പ്രവാചകൻ മദീനയിലേക്ക് പോകുന്നത്. മക്കയിലും പരിസരത്തുമുള്ള 80-ലധികം ഗോത്രക്കാരോട് സഹായം ചോദിച്ച് ലഭിക്കാഞ്ഞിട്ടാ നബി മദീനയിലേക്ക് പോകുന്നത്. എത്ര പ്രയാസം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിച്ച സമയത്ത് പ്രവാചകൻ ഇങ്ങനെ നടന്നു പോകും. ആൾക്കാരോട് തൗഹീദ് പറയുന്ന കാലഘട്ടമാണ്. അപ്പം നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകൾ പറയുന്ന ഖുർആൻ പറഞ്ഞുതരാ, വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, വഖാലു അവർ പറയും, യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്ർ, ഹേ ഉത്ബോധനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ. നബിനെ വിളിക്കാണ്. നബി എന്താ പറയണത്? എനിക്ക് ഉത്ബോധനം ഉണ്ട്, എനിക്ക് വഹീ ലഭിച്ചിരിക്കണ്, എനിക്ക് ഖുർആൻ ഉണ്ട്. ഇതാണ് നബി പറയണത്. അപ്പം നബിനെ വിളിക്കുക, ഹേ മനുഷ്യ, ഉത്ബോധനം ലഭിച്ച മനുഷ്യ എന്ന് പറഞ്ഞ് നബിനെ വിളിക്കും. ആര്? മക്കയിലെ മുശ്രിക്കുകളായ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത മനുഷ്യന്മാർ. അപ്പം നബിക്ക് വലിയ സന്തോഷമാകും. ഉത്ബോധനം ലഭിച്ചു എന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കുകയാണല്ലോ. അപ്പം നബി പ്രതീക്ഷയോടുകൂടെ അവരുടെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പറയുന്ന വാചകം എന്താ അറിയോ? ഇന്നകല മജ്നൂൻ, ഇന്നകല മജ്നൂൻ, നീ ഒരു ഭ്രാന്തനാണ്, നീ ഒരു ഭ്രാന്തനാണ്. ഞാൻ എന്തിനാണെന്നറിയോ എൻ്റെ ഖുത്ബയുടെ തുടക്കത്തിൽ 35-ാമത്തെ വയസ്സ് എന്ന് ആവർത്തിച്ച് പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 35 വയസ്സ് വരെ മക്കയിലെ ആളുകൾക്ക് അമീനായിരുന്നു. പ്രവാചകൻ അവർക്ക് ഇഷ്ടമായിരുന്നു, പ്രവാചകനോട് അവർക്ക് സ്നേഹമായിരുന്നു. നബിക്കന്നൊരു ഭ്രാന്തുമില്ല, നബിയുടെ ബുദ്ധിക്കന്ന് കുഴപ്പമില്ല. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാൻ നബി ഉണ്ടെങ്കിൽ അവർ സന്തോഷിച്ചു. ആ പ്രവാചകൻ 40 വയസ്സായപ്പോൾ പ്രവാചകൻ തൗഹീദ് പറഞ്ഞപ്പോൾ നബി ആരായി മാറി? ഭ്രാന്തനായി മാറി. നബിൻ്റെ ബുദ്ധിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാണ്. അതുകൊണ്ടാ അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത് മാ ബിസാഹിബുക്കും മിൻ ജിന്ന, മാ ബിസാഹിബുക്കും. ഖുർആനെ മുഹമ്മദ് നബിക്ക് ഭ്രാന്തില്ല എന്നല്ല പറഞ്ഞത്. ഖുർആൻ പറഞ്ഞെന്താ അറിയോ? മാ ബിസാഹിബുക്കും ബിജിന്ന, നിങ്ങളുടെ കൂട്ടുകാരന്, നിങ്ങളുടെ ഇടയിൽ കൂടെ ജീവിച്ച നിങ്ങളുടെ കൂട്ടുകാരനായ മുഹമ്മദിന് ഭ്രാന്തില്ല എന്ന ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടുകാരന് ഭ്രാന്തില്ല, അത് നിങ്ങൾ വെറുതെ പറയണതാണ്. അതേപോലെ തന്നെ വമാ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ സാഹിബ് ഒരു മജ്നൂനല്ല, ഭ്രാന്തനല്ല എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞു പല സ്ഥലത്തും. നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യനെ നോക്കിയിട്ട് ഭ്രാന്താന്ന് വിളിച്ചാൽ എത്രമാത്രം വിഷമമുണ്ടാകും. നബിക്ക് എന്തൊക്കെ പ്രയാസം ഉണ്ടായിട്ട്, നബിക്ക് എത്രമാത്രം ദുഃഖം ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാൻ്റെ ദീന് പറയുമ്പോൾ നമ്മളെ പരിഹസിക്കാനും കളിയാക്കാനും ഇടങ്ങേറാക്കാനൊക്കെ ആൾക്കാരുണ്ട്. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ക്ഷമിക്കുക. നമുക്കറിയോ മക്കയിലെ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ ആളുകളോട് ദീന് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞ വാചക മുഹമ്മദ് നബി ഭ്രാന്തനാണെന്ന്. കാരണം എന്താ? ഭ്രാന്തനെന്ന് പറഞ്ഞാൽ ആൾക്കാർ അടുത്തേക്ക് പോവില്ല. ഭ്രാന്തന്മാരെ അടുത്ത് പോയി ചിലപ്പോൾ അടി കിട്ടും, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അവർ ചിലപ്പോൾ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പും, അല്ലെ കല്ലെടുത്തെറിയും.
അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഒരു ഭ്രാന്തനാണെന്ന് പറഞ്ഞാൽ ആരും തീര മുഹമ്മദ് നബിയുടെ അടുത്തേക്ക് പോകൂല. അതിനവരത് പറഞ്ഞത്. മുഹമ്മദ് നബി പറയുന്നത് ആളുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരാ വാചകം പറഞ്ഞത്. പക്ഷേ അള്ളാൻ്റെ ഒരു തീരുമാനം നോക്കൂ നിങ്ങൾ, ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അസ്ദ് ഷനുവ എന്ന് പറയുന്ന ഗോത്രമുണ്ട്. അസ്ദ് ഷനുവ എന്ന് പറഞ്ഞ ഗോത്രം. ആ ഗോത്രത്തിലെ പ്രസിദ്ധനായ ഇയാദുൽ അസ്ദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഇയാദുൽ അസ്ദി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ ഒരു വൈദ്യനാണ്, അഥവാ ഭ്രാന്ത് ചികിത്സിക്കുന്ന മനുഷ്യനാണ്. അതേപോലെ തന്നെ നല്ല സാഹിത്യകാരനാണ്. അയാളൊരിക്കൽ മക്കയിൽ വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു, ഇങ്ങനെ മുഹമ്മദ് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ, ഒരു ചെറുപ്പക്കാരൻ, നല്ല ഭ്രാന്തനാണ്, അയാളുടെ മുന്നിലൊന്നും പെടണ്ട. ഇങ്ങനെ ഇയാദുൽ അസ്ദി അവർ താക്കീത് നൽകിയതാണ്. അങ്ങനെ ഇയാദുൽ അസ്ദി അപ്പം ആലോചിച്ചു, ഭ്രാന്തനായൊരു മനുഷ്യൻ, ഈ ഭ്രാന്ത് ബാധിച്ച ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണല്ലോ, അപ്പം ആ ആളെ ഒന്ന് കണ്ട് അയാളൊന്ന് ചികിത്സിച്ചാൽ, അയാളുടെ രോഗം ഒന്ന് മാറ്റിക്കൊടുത്താൽ അയാൾക്ക് സമാധാനത്തിൽ ജീവിക്കാമല്ലോ. അയാളുടെ രോഗം മാറിയ നല്ല കാര്യമില്ലേ, എനിക്കാണെങ്കിൽ ആ ചികിത്സ അറിയും ചെയ്യാം. അങ്ങനെ ഇയാദുൽ അസ്ദി എന്ത് ചെയ്തു, ഈ ഭ്രാന്ത് ബാധിച്ചെന്ന് പറഞ്ഞ ആളെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ മുഹമ്മദ് നബിനെ അയാൾ കണ്ടെത്തി. മുഹമ്മദ് നബിനെ കണ്ടെത്തി, ആൾക്കാർ പറഞ്ഞ ഭ്രാന്തനായ ആളെ കണ്ടെത്തി. എന്നിട്ട് ഈ ഇയാദുൽ അസ്ദി മുഹമ്മദ് നബിയോട് പറഞ്ഞു, മുഹമ്മദ് എന്തെങ്കിലും പ്രശ്നം, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, നിങ്ങളൊന്ന് പറഞ്ഞാടി. രോഗം മാറ്റാൻ വേണ്ടി ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടറുടെ ചോദ്യമാണ്. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിൽ കാണാം, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന അതിൻ്റെ ആദ്യ വാചകം എന്ത് ചെയ്തു, നബി അയാളോട് പറഞ്ഞു കൊടുത്തു. ഇയാളാകെ അത്ഭുതപ്പെട്ടു. ഇയാളോട് പറഞ്ഞ ആൾക്കാർ പറഞ്ഞത് മുഹമ്മദ് ഭ്രാന്തനാണെന്നാണ്. ഹദീത്തിന്റെ വാചകം എന്താ പറയുക, ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, ഇയാദുൽ അസ്ദി പറഞ്ഞു, മുഹമ്മദെ ഒന്നുകൂടി പറഞ്ഞ, നിങ്ങൾ ഇപ്പം പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചോളൂ. അപ്പം നബി അത് വീണ്ടും പറഞ്ഞു കൊടുത്തു. ആ ഹംദും അതിൻ്റെ സ്വലാത്തൊക്കെ നബി ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു. എന്താ അടുത്ത സമയം സംഭവിക്കണം അറിയോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അയാൾ പറഞ്ഞ വാചകമാണ്, ഹാത്തി യദക്, മുഹമ്മദ് നിങ്ങളുടെ കൈ നീട്ടൂ, നിങ്ങളുടെ കൈയൊന്ന് നീട്ടിയാലും ഉബായുക അലൽ ഇസ്ലാം. അവിടെ വെച്ചുകൊണ്ട് ഇയാദുൽ അസ്ദി ഇസ്ലാം സ്വീകരിക്കുകയാണ്. അവിടെ വെച്ച ഇയാദുൽ അസ്ദി എന്ന് പറയുന്ന ആ വൈദ്യനായ അതേപോലെ തന്നെ സാഹിത്യകാരനായ മനുഷ്യൻ വിശ്വാസം സ്വീകരിക്കുന്നത്. അവരെന്തു പറഞ്ഞാൽ മുഹമ്മദ് നബിയിൽ നിന്ന് അകറ്റിയത്, ആളുകളെ അകറ്റാൻ മുഹമ്മദ് നബി ഭ്രാന്തനാന്ന് പറഞ്ഞു. അതേ പേര് കൊണ്ട് ആൾക്കാരെന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് വന്നു. ഇത് ഇസ്ലാമിലെ സ്വഹീഹായ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും മനുഷ്യൻ്റെ ജീവിതത്തിൽ. പ്രവാചകൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം തരും സഹോദരങ്ങളെ, നമ്മൾ പ്രബോധകന്മാരാകണം എന്നല്ല, ദഅവത്ത് നടത്തുന്ന ആൾക്കാരാകണം. നമ്മുടെ നാട്ടിൽ ഇരുട്ടിൽ കഴിയുന്ന, നമ്മുടെ നാട്ടിൽ വെളിച്ചത്തിലേക്ക് എത്താൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരെ അവർക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന ആളുകളായി മാറാൻ, അതിൽ പ്രസംഗിക്കൽ മാത്രമല്ല, അതേപോലെ തന്നെ പിന്നെ എഴുതൽ മാത്രമല്ല, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക അത് ഓരോരുത്തരും മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അതാണ് പ്രവാചകൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ആ സന്ദേശം ഉൾക്കൊള്ളുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ആ ചരിത്രത്തിൻ്റെ പൂർത്തീകരണം ലഭിക്കണമെങ്കിൽ പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുകയും അദ്ദേഹത്തെ കൂടെ നമ്മൾ പഠിക്കുകയും വേണം. ഈ ഖുത്ബയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, നമ്മളൊക്കെ പരസ്പരം അറിയുന്ന ആളുകളാണ്, നമുക്കൊക്കെ നല്ല സ്നേഹിതന്മാരുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചു, താൻ നബിയാണ് എന്ന് അദ്ദേഹം ആളുകളോട് പറഞ്ഞപ്പോൾ എല്ലാവരും നിരസിച്ചു. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ സത്യപ്പെടുത്തി. അതുകൊണ്ടാണ് അദ്ദേഹം സിദ്ദീഖ് എന്ന പേരിൽ അറിയപ്പെട്ടത്. സിദ്ദീഖായത് അതുകൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ എങ്ങനെയായിരുന്നോ അതേപോലെ സ്നേഹിക്കുന്ന, ദഅവത്തിൽ സഹായിക്കുന്ന നല്ല കൂട്ടുകാരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത്, സഹവാസം കൊണ്ടും സമ്പത്ത് കൊണ്ടും എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് അബൂബക്കർ ആയിരുന്നു എന്നാണ്. നബിയുടെ പ്രബോധന ജീവിതത്തിൽ നബിക്ക് ഏറ്റവും താങ്ങായി മാറിയത്, തണലായി മാറിയതാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി എന്താണോ ആവശ്യപ്പെടുന്നത്
അത് കൊടുക്കാൻ സന്നദ്ധനായിരുന്നു. നബി പറയുന്നുണ്ട് ഒരിക്കൽ, ഞാൻ ഇസ്ലാമിനെ കുറിച്ച് ആളുകളോട് പറഞ്ഞപ്പോൾ അവരൊക്കെ ഒന്ന് ആലോചിക്കട്ടെ, ഒന്ന് ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബൂബക്കർ ഒഴികെ. അബൂബക്കറിനോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യും? അബൂബക്കർ അത് അംഗീകരിക്കും. അബൂബക്കർ അംഗീകരിക്കും. മുഹമ്മദ് നബി പറയും, ഞാൻ മക്കയിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്തു? ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അന്നത്തെ കാലത്ത് ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റില്ല. അബൂബക്കർ അള്ളാന്റെ ചോദ്യം എന്താ? മുഹമ്മദ് അങ്ങനെ പറയുന്നുണ്ടോ? അതെ. എങ്കിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നാണ്. എങ്കിൽ അദ്ദേഹം അതാണ് അബൂബക്കർ അള്ളാഹ്. പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് പങ്കെടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹിജ്റ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പ്രവാചകന്റെ ഒരു നല്ല കൂട്ടുകാരനായിരുന്നു അബൂബക്കർ അള്ളാഹ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ ചരിത്രമാണ് കഴിഞ്ഞ ഇന്നത്തടക്കം 3 ഖുത്തുബകളിൽ നമ്മൾ കേട്ടത്. ആ ചരിത്രത്തിലെ ഒരു പ്രധാന പാഠെന്താ? പ്രവാചകന് നല്ലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഒന്നല്ല, ഒരുപാട് കൂട്ടുകാർ. അതിലേറ്റവും നല്ല, ഏറ്റവും അഫ്ദലായ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ അബൂബക്കർ റളിയല്ലാഹു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൂട്ടുകാരുണ്ടാകണം. നമുക്ക് നല്ല കൂട്ടുകാരൻ, ദീനീ രംഗത്ത് നമ്മളെ സഹായിക്കുന്ന, പ്രബോധന രംഗത്ത് നമുക്ക് താങ്ങും തണലുമാകുന്ന, അല്ലെങ്കിൽ ആ മേഖലകളിൽ നമുക്ക് വെളിച്ചം വീശുന്ന ആളുകളായി നല്ല കൂട്ടുകാരെ ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിക്കാനും ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പ്രബോധന രംഗത്ത് നബിയും അബൂബക്കറും പരിശ്രമിച്ചതുപോലെ നമ്മുടെ നാടുകളിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ പട്ടണങ്ങളിൽ അധ്വാനിക്കാനും നമ്മൾ എന്ത് ചെയ്യുക? ആത്മാർത്ഥമായി പരിശ്രമിക്കുക. നമ്മുടെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നോക്കൂ, നിങ്ങൾ കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന പട്ടാളക്കാരായ പല ആൾക്കാരും ദീന് പഠിക്കണം. എങ്ങനെയാണ് മലയാളികളായ ആളുകൾ ദീന് പഠിക്കുന്നത്? നമ്മുടെ കേരളത്തിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ അവർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റേഡിയോയിലൂടെയാണ് അവിടെയുള്ള ആളുകൾ ദീന് പഠിക്കുന്നത്. ആ കാശ്മീരിൻ്റെ തണുപ്പുള്ള മലമടക്കിലെ അവരുടെ എന്താ പറയുക, അവരുടെ ടെൻറ്റുകളുടെ ഉള്ളിലിരുന്ന് അവർ ദീന് കേൾക്കുക, ഖുർആനും ഹദീസൊക്കെ കേൾക്കുക ഒരു റേഡിയോയിലൂടെ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ഈ റേഡിയോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കണം, എന്താ ഇങ്ങനെ ഒരു റേഡിയോ എന്താ? നിങ്ങളുടെ ഫോൺ എടുത്ത് പ്ലേ സ്റ്റോർ എടുത്ത് അതിൽ പീസ് റേഡിയോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് റേഡിയോ കിട്ടും. ഒരു റേഡിയോ കിട്ടും. നിങ്ങൾ 2 ദിവസം കേട്ട് നോക്കൂ, 2 ദിവസം, എനിക്ക് ഉറപ്പുണ്ട് പിന്നെ നിങ്ങളത് ഒഴിവാക്കൂല. എത്രയോ സഹോദരികൾ, എത്രയോ ഇപ്പോൾ വ്യക്തിപരമായി അതുമായി ബന്ധപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ അള്ളാൻ്റെ ദീന് സ്വീകരിച്ച ആളുകൾ ഖുർആൻ പഠിക്കുക. ഈ ഇസ്ലാമിലേക്ക് പുതുതായി കടന്നു വന്ന ആൾക്കാർ ആ റേഡിയോ ഉപയോഗിച്ച ഖുർആൻ പഠിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ മെസ്സേജുകളൊക്കെ നമ്മുടെയൊക്കെ ഫോണിൽ വന്ന് കിടക്കുക, ഫീഡ്ബാക്ക് നമ്മുടെ ഫോണിൽ വന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പഠിക്കാനും മനസ്സിലാക്കാനുള്ള ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ വഴികളെ നമ്മളെല്ലാവരും എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. മരിക്കുന്നത് വരെ നന്മകൾ ചെയ്ത് ജീവിക്കാൻ, ആ നന്മകളുടെ ഫലം ഖബറിൽ അനുഭവിക്കാൻ, അതേപോലെ തന്നെ പരലോകത്ത് വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. പല ആളുകളും രോഗികളാണ്, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്ത് നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഒരു സഹോദരൻ്റെ മാതാവ് രോഗിയാണ്, അവർ പ്രയാസത്തിലാണ്, അവർക്ക് ബോധം പോലും നഷ്ടപ്പെട്ട ഈ അവസ്ഥയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. അതേപോലെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്ത മറ്റു പല ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അല്ലാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ ദമ്പതികളുണ്ട്. അല്ലാഹു അവർക്ക് സ്വാലിഹുകളായ നല്ല സന്താനങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബത്തിൽ സമാധാനം ലഭിക്കാതെ സന്തോഷമില്ലാതെ ജീവിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരുമുണ്ട്. അല്ലാഹു അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് സന്തോഷം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അല്ലാഹു ആ മക്കളിലൂടെ ആ മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.